കൊല്ലം കൊട്ടാരക്കര മുട്ടറ മരുതിമലയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് ചെറിയൊരു മല പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് നല്ല സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞു, നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം. നല്ല അടിപൊളിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് നമുക്ക് കയറാനായിട്ട് പാടൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ട് സൈഡിലും നിറയെ ഇങ്ങനെ കാട് പോലെ ആണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പിൽ കൂടി കയറുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ, ഒരു വ്യൂ പോയിൻ്റ് പോലെ. അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനും ഒരു വ്യൂ ഒക്കെ കാണാനുമുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു പാറപ്പുറം, അതിൻ്റെ പുറത്തൊക്കെ നമുക്കിരിക്കാം. നല്ല വ്യൂ ആണ്, നല്ല കാറ്റുണ്ട്. ഇങ്ങനെ അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്ന് എവിടെ നിന്നോ പാട്ടൊക്കെ ഒഴുകി വരുന്നത് നമുക്ക് കേൾക്കാം. പാറയെല്ലാം നല്ല കറുപ്പ് കളറാണ്. അധികം ഫാമിലീസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു, വേറെ ആരും. ഇപ്പോൾ വന്ന് തുടങ്ങുന്നേ ഉള്ളെന്ന് തോന്നുന്ന ആളുകൾ. ചെറിയൊരു കാവ് പോലത്തെ സെറ്റപ്പ്. ഇവിടെ ഒരു കുഞ്ഞു കടയൊക്കെ ഉണ്ട്. ഈ കടയിൽ നമുക്ക് ആവശ്യമുള്ള എന്തും കിട്ടും. ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മല കയറി ക്ഷീണിക്കുമ്പോൾ വെള്ളം, ചായ, കോഫി, ലേസ് അതൊക്കെ കിട്ടും. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചുറ്റിനും മരങ്ങളൊക്കെയാണ്. ഇത്രയും മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഇതൊരു സെക്കൻഡ് വ്യൂ പോയിൻ്റ് പോലെ. അവിടെ നിന്നും നമുക്കിങ്ങനെ താഴേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം. ചുറ്റിനും പച്ചപ്പ് തന്നെയാണ്. ഇവിടെ ആ ഗ്രില്ലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്. നമ്മളത്രയും നോക്കിയും കണ്ടൊക്കെ പോയാൽ മതി. ഇടയ്ക്ക് ചിലരൊക്കെ വന്ന് ചാടാറൊക്കെ ഉണ്ട്. പൂക്കോട. ഇതാണ് പോലീസിൻ്റെ വയർലെസ് ട്രാൻസ്മിറ്റർ സ്റ്റേഷൻ. വയർലെസ് എന്താണ് നോക്കാം. വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ. നല്ല രസമുള്ളൊരു വഴിയാണ്. ചെറിയൊരു ഗ്യാപ്പിൽ കൂടി നമ്മളിങ്ങനെ അകത്തേക്ക് നടന്ന് നീങ്ങുകയാണ്. ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വയർലെസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ താഴെ കൂടെ വഴി കൂടിയാണ് പോകേണ്ടത്. അത് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിരിക്കും. മറ്റൊരു വ്യൂ പോയിന്റ്. ഇതായിരിക്കാം ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം ഈ മലയിലെ. അതോ ഒരു ഗ്രൗണ്ട് കണ്ടോ? നല്ല രസമുള്ളൊരു ഗ്രൗണ്ട്. അവിടെയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കും.
ഇനി പാറകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്ന് അകത്തേക്ക് കയറണം അപ്പുറത്തെ വഴി എത്താനായിട്ട്. ഇനിയും മുന്നോട്ട് പോവുകയാണ്. ഇനി അവിടേക്കൊന്ന് പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇവിടുന്ന് പാറയൊക്കെ പൊട്ടിച്ച് നമ്മളായിട്ട് പൊട്ടിച്ചതാണ്, പൊട്ടിച്ച് കൺസ്ട്രക്ഷനൊക്കെ എടുത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആ മനോഹരമായ പൂവുണ്ട്, ഇവിടെ നല്ല അടിപൊളി ഒരു ചെടിയും പൂവും ഒക്കെയാണ്. ഇത് താഴേക്ക് എറിഞ്ഞെത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ കാറ്റെല്ലാം തിരിച്ചു കൊണ്ടുവരുവാണ്, ഒന്നും താഴേക്ക് എത്തുന്നില്ല. നമ്മുടെ ആവശ്യമില്ലാത്ത പണി കാണിച്ചാൽ അതിൻ്റെ കൂടെ വെച്ചിട്ട്. അങ്ങനെ ആ ശ്രമം പരാജയപ്പെട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. സമയം ഇങ്ങനെ ഇരുട്ടി വരുന്നു. സ്റ്റൈലിനൊരു മരം. ടവറുകളൊക്കെ നിൽപ്പുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. ഇനി വീണ്ടും കുഞ്ഞു വഴികളിലൂടെയുള്ള യാത്രയാണെന്ന് തോന്നുന്നു. ഇനി താഴോട്ടേക്കുള്ള പോക്കാണ്. കൃത്യമായിട്ടൊരു വഴി വന്നിട്ടില്ല, ഒരുപാട് പേര് വരുന്നില്ല എന്ന് തോന്നുന്നു ഈ വഴി. അത് നൈസൊരു സെറ്റപ്പാണ്. വള്ളിച്ചെടികൾ കൊണ്ടുള്ളൊരു ഗുഹ. അപ്പോൾ ഇനി ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. എൻ്റെ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ തീരാറായി. ആണ്ടെ നമ്മുടെ വന്ന ഡെസ്റ്റിനേഷൻ ആ മരം അവിടെ വന്ന് കാണാം. അപ്പോൾ ഇനി ഒരു ബൈ പറയാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാൻ നിർവാഹമില്ല. അതുകൊണ്ട് അടുത്ത യാത്രയ്ക്ക് സന്ധിക്കും വരെ വണക്കം.